പെട്ടെന്ന് തന്നെ ഒരാളായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ആളാണോ? ആ ഒരു ഓവർ അറ്റാച്ച്മെന്റ് കാരണം വളരെയധികം ഡിസപ്പോയിന്റ്മെന്റും ഇമോഷണൽ പെയിനും ഒക്കെ ഉണ്ടായി. ഇങ്ങനെ ആവണ്ടായിരുന്നു, ഇത്ര അറ്റാച്ച്ഡ് ആവാത്ത ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മാറണം എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്ന ബിഹേവിയർ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഓവർ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഇല്ലേ, ഇത് എവിടെ നിന്നാണ് വന്നത്, ഇതിന്റെ സോഴ്സ് എവിടെയാണെന്നുള്ളതാണ്. പലപ്പോഴും ഇത് എപ്പോഴും ആ ഒരു ലവിങ് നേച്ചർ അല്ലെങ്കിൽ കെയറിങ് നേച്ചറിന്റെ അപ്പുറത്തേക്കായിട്ട് നമ്മളുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഹാബിറ്റ് കൊണ്ടുതന്നിട്ടുണ്ടാവുക. അതായത് ചിലപ്പോൾ ചൈൽഡ്ഹുഡിൽ വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഒരു ഉത്തരം തരാതെ നമ്മൾ അബാൻഡൻ ചെയ്തു പോയ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ ഇമോഷണൽ നീഡ്സ് ഒക്കെ അൺമെറ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണെങ്കിലാണ് ഒരു ഓവർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമുക്ക് ലൈഫിലേക്ക് കാണുന്നത്. സോ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാരുടെ അടുത്ത് അറ്റാച്ച്ഡ് ആവുന്നത്, ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തിയെ അടുത്ത് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത്, എനിക്ക് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ആണോ, അങ്ങനെ നമ്മളുടെ പാറ്റേൺ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി സെൽഫ് അവെയർ ആക്കാനും നമ്മളുടെ ഈ പ്രോബ്ലത്തിന് മേലെ വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഇമോഷണൽ കണക്ഷന് വേണ്ടി ഒരുപാട് റഷ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു വ്യക്തിനെ കാണുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയില്ലല്ലോ. നമ്മൾ അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്ത് അവരെ കാര്യങ്ങളൊക്കെ കുറച്ചറിഞ്ഞ് നമുക്ക് ഓക്കെയാണ് ഈ ഒരു വ്യക്തി, എനിക്ക് പറ്റിയ ഒരാളാണ് എന്നൊരു ഡ്യൂ കോഴ്സിൽ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയായിട്ട് നമ്മൾ ക്ലോസ് ആവുന്നത്. പക്ഷെ ഒരു ഓവർ അറ്റാച്ച്മെന്റ് കാണുന്ന ആൾക്കാർക്ക് തുടക്കത്തിൽ തന്നെ വളരെയധികം ഓവർ ഷെയർ ചെയ്യാനും വളരെയധികം പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവാൻ ഒരു ഇമോഷണൽ റഷ് കാണിക്കുന്ന പോലെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു നേച്ചർ ഉണ്ട്, ഞാൻ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവാൻ സാധ്യതയുള്ള ആളാണെന്ന് മനസ്സിലാക്കി തന്നെ ഒരു പുതിയ വ്യക്തിയെ കാണുമ്പോൾ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസ് റഷ് ചെയ്യാതെ അത് നാച്ചുറലി ആ വ്യക്തിയെ സ്ലോലി അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു നാച്ചുറൽ കണക്ഷനിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് ആണ്. പല ആൾക്കാർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒറ്റയ്ക്കിരിക്കുക. ഒരു കാര്യവും ചെയ്യാതെ സൈലൻസിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കാം. സോ ആ ഒരു കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായി ശ്രമിക്കുക. എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ഹോബീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കാം. അങ്ങനെ നമ്മളുടെ ഒരു ട്രൂ സെൽഫ്, നമുക്കൊരു കോൺസ്റ്റന്റ് കണക്ഷൻസ് ഒക്കെ ചെറുപ്പം തൊട്ടേ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവല്ലോ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇനി അതല്ലാതെ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ ജിമ്മോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഡൽജ് ചെയ്യുക. അങ്ങനെ നമ്മൾക്കൊരു മീ ടൈം എന്നുള്ളൊരു കാര്യം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് കുറച്ചും കൂടി ഒരു ഹെൽത്തിയർ വേർഷൻ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായി നമ്മളുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇമോഷണൽ ഡിപ്പെൻഡൻസി പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാ വരുന്ന ഇമോഷൻസും നമ്മൾ വേറൊരു വ്യക്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയാണ്, നമ്മളുടെ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാ ഇമോഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അത് നമുക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് സ്വന്തം ചെയ്യുന്നത് നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിനെ ഫോസ്റ്റർ ചെയ്യും. ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നാളെ ഒരു പ്രശ്നം വരുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് ഡീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന്റെ പകരം നമ്മൾ എല്ലാ കാര്യങ്ങളും വേറൊരു വ്യക്തിയുടെ അടുത്ത് കോൺസ്റ്റന്റ്ലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺസ്റ്റന്റ്ലി സപ്പോർട്ട് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേലെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആവാനും നമ്മളുടെ ആ ഒരു ഓട്ടോണമി, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കാര്യം മറന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പാറ്റേൺസ് നോട്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അറ്റാച്ച്ഡ് ആവുന്ന വ്യക്തികൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് കാരണമാണ്, എന്ത് നീഡിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ നമുക്കുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴും കൂടെ ഒരാൾ വേണം എന്നുള്ള തോന്നലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ കിട്ടാത്തൊരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഈ വ്യക്തി തരുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത്. സോ ഈ നീഡ് എന്താണ്, നമുക്ക് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള നീഡ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഓവർ ഡിപ്പെൻഡൻസി നമ്മൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതെങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ അത് ഡീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ വ്യക്തിയെ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ഓവറായിട്ട് കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ, നമ്മൾ ഓവറായിട്ട് ഡിപ്പെൻഡന്റ് ആക്കാത്ത രീതിയിൽ എങ്ങനെ ഈ ഒരു നീഡും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ബൗണ്ടറി ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹീലിംഗ് യുവർ അൺറിസോൾവ് ട്രോമയാണ്. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഓവർ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള സ്റ്റൈല് വരുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസസ് കാരണമാവാം, നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്സ് കാരണമാവാം, അല്ലെങ്കിൽ അൺമെറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഇമോഷണൽ നീഡ്സ് ഒക്കെ കാരണമായിരിക്കാം. സോ ഇത് നമ്മളുടെ ലൈഫിൽ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഒരു മേജർ പാർട്ട് പ്ലേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ട്രോമ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനായിട്ട് നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഒരു തെറാപ്പിസ്റ്റിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാറ്റേൺസ് ഒക്കെ മനസ്സിലായി, എവിടെയാണ് നിങ്ങൾക്ക് ഈ ട്രോമ ഫോം ചെയ്തിട്ടുള്ളത്, അതെങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. For more mental health related content, subscribe to our page.